യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്വേച്ഛാധിപതിയെന്ന് ഡൊണാൾഡ് ട്രംപ്. സമാധാനം ഉറപ്പാക്കാൻ സെലൻസ്കി വേഗത്തിൽ നീങ്ങണമെന്നും അല്ലെങ്കിൽ രാജ്യം തന്നെ നഷ്ടപ്പെടുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, യഥാർത്ഥത്തിൽ ഈ ട്രംപിൻ്റെ ഓരോ ദിവസവും വാർത്താഭരിതമാണ്. സന്തോഷം. ഗുഡ് മോർണിംഗ് എസ് കെ എൻ പറഞ്ഞതുപോലെയാണ്, എല്ലാ ദിവസവും വാർത്തയാണ്. കാര്യം ഈ ട്രംപിന്റെ വാർത്തകൾ കാരണം നമുക്ക് അലക്കൊഴിഞ്ഞിട്ട് അല്പനേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ചാൽ അതും നടക്കത്തില്ല. എസ് കെനെ, ഈ വാർത്തയിലേക്ക് വരുവാണെങ്കിൽ, ഒടുവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ഇന്ന് തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. സെലൻസ്കി ഒരു സ്വേച്ഛാധിപതിയാണ്, തെരഞ്ഞെടുപ്പിലൂടെ അല്ലാതെ അധികാരത്തിലെത്തിയ ആളാണ്. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ വേഗത്തിൽ നീക്കിയില്ലെങ്കിൽ സെലൻസ്കിക്ക് ഒരുപക്ഷെ യുക്രൈൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്ന ഒരു മുന്നറിയിപ്പും കൂടെ ഡൊണാൾഡ് ട്രംപ് ഇന്ന് നൽകിയിരിക്കുകയാണ്. 2022 റഷ്യയുടെ അധിനിവേശത്തിന് ഉത്തരവാദി യുക്രൈൻ ആണെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് സെലൻസ്കിയെ ഇപ്പോൾ ട്രംപ് വാക്കാൽ ആക്രമിച്ചു തുടങ്ങിയിരിക്കുന്നത്. യുക്രൈനാണ് യുദ്ധം തുടങ്ങിയതെന്നും ഇപ്പോൾ യുക്രൈനിൽ വെറും 4% ആളുകളുടെ പിന്തുണ മാത്രമേ സെലൻസ്കിക്ക് ഉള്ളൂ എന്നും, ഇങ്ങനെ പിന്തുണ കുറഞ്ഞു വരുന്ന സെലൻസ്കി അധികം വൈകാതെ സെലൻസ്കി തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരുമെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഈ പരസ്യ നിലപാട് യൂറോപ്യൻ യൂണിയനിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ സമീപനം മോസ്കോയ്ക്ക് അല്ലെങ്കിൽ റഷ്യക്ക് ഗുണം ചെയ്യുമെന്നാണ് യൂറോപ്പിലെ അമേരിക്കയുടെ നിലവിലെ സഖ്യകക്ഷികൾ വിശ്വസിക്കുന്നത്. എസ്കനെ, അധികാരമേറ്റ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് റഷ്യയെ ഇങ്ങനെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തുന്ന നിലപാട് മാറ്റാൻ മുന്നിട്ട് ഇറങ്ങുകയും ചെയ്തു. അതിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായിട്ട് ഏതാണ്ട് 1.5 മണിക്കൂറാണ് ട്രംപ് സംസാരിച്ചത്. തന്നെയുമല്ല, ഇരുവരും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് അരങ്ങൊരുങ്ങുകയാണ്. റഷ്യ അമേരിക്ക മഞ്ഞുരുകുന്നു, നയതന്ത്ര ബന്ധം തിരികെ വരുന്നു. അതേസമയം സെലൻസ്കിയുടെ ഒരു പ്രതികരണം ഈ ഇങ്ങനെ റഷ്യ അമേരിക്ക അടുപ്പത്തിനെ കുറിച്ച് വന്നിട്ടുണ്ട്. 2 കാലിൽ ഉറപ്പിച്ചു നിന്നാണ് യുക്രൈൻ മുന്നോട്ട് പോകുന്നതെന്നാണ് സെലൻസ്കി പറയുന്നത്. യുക്രൈന്റെ ഐക്യത്തിലും ധൈര്യത്തിലും അതുപോലെ അമേരിക്കയുടെ പ്രായോഗികതയിലും ഒക്കെ വിശ്വസിച്ച് ആശ്രയിച്ചാണ് താൻ മുന്നോട്ട് പോകുന്നത്. റഷ്യയിലും യുക്രൈനിലും എത്തുന്ന അമേരിക്കൻ സംഘത്തെ വൈകാതെ കാണുമെന്നും സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയും യൂറോപ്പും ഒരുമിച്ച് നിന്നാൽ സമാധാനം ഉറപ്പിക്കാമെന്നാണ് സെലൻസ്കി വിശ്വസിക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു. എന്തായാലും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് ഗ്യാപ്പ് വളരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അമേരിക്കയുടെ ദേശീയ താല്പര്യം മാത്രം സംരക്ഷിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന അമേരിക്കൻ പ്രസിഡന്റ് അറിയാതെ പോകുന്ന കാര്യം താൻ അമേരിക്കൻ പ്രസിഡന്റാണ്, ബിസിനസ്സുകാരനല്ല എന്നാണ്.